എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിയൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ആയുള്ള ഫ്യൂച്ചർ എന്താകുമെന്നതിനെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ വിചാരിച്ചൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നമുക്ക് കൃത്യമായിട്ടതറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ ഫയലുകളിലേക്കുമായിട്ട് പോകാം. നൽകിയിരിക്കുന്ന ഈ 2 ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ വേഗം തന്നെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. അത്തരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫയൽ, ആദ്യത്തെ ഫയലായ ഈ ഫയലാണെങ്കിൽ ഉള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും കൃത്യമായി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുമുട്ടിയ കാലഘട്ടം മുതൽ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ ഓരോ നിമിഷവും പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എപ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സ്നേഹം മറ്റാർക്കും പങ്കുവെച്ച് കൊടുക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ല. എപ്പോഴും അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് തെറ്റുമില്ല. കാരണം പരസ്പരം സ്നേഹിക്കുന്ന എല്ലാവരും അത് തന്നെ ആഗ്രഹിക്കുന്നു. സ്നേഹം ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അടുത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നു. ആ വ്യക്തി അതുപോലെ തന്നെ. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് അത്രയും ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം, ആ വ്യക്തി ജീവിച്ചു വന്ന കാഴ്ചപ്പാടുകൾ, മനോഭാവം. നിങ്ങളെ ഇഷ്ടപ്പെടാതെ ഇരിക്കാനും ആ വ്യക്തിക്ക് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾക്ക് ആ വ്യക്തിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനും കഴിയുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ വ്യക്തിയുടെ സ്നേഹം ഇത് പോരാ, എന്നെ കൂടുതൽ സ്നേഹിക്കണം. പലപ്പോഴും എന്നെ അവഗണിക്കുന്നുണ്ട് ചില സമയത്ത്. പലപ്പോഴും എന്നേക്കാൾ വലുത് മറ്റു ചിലരാണെന്ന് സ്വയം നടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനസ്സിലുള്ള സ്നേഹം ഒട്ടും കുറയുന്നില്ല, അല്ലെങ്കിൽ അവസാനിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. കുറയുകയുമില്ല. നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പരസ്പരം കഴിയുകയില്ല. അതായിട്ട് ഈ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമുണ്ട് പരസ്പരം രണ്ടുപേർക്കും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ അത് പരസ്പരം അംഗീകരിച്ചു കൊടുക്കാൻ രണ്ടുപേരും തയ്യാറല്ല. ദുരഭിമാനമോ പരസ്പരം അംഗീകരിക്കാനുള്ള മടിയോ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ്. അതിൻ്റെ ഫലമായി ജീവിതത്തിൽ നിർണായക ഘട്ടത്തിൽ തീരുമാനമെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൽ കൃത്യമായ ഒരു മാനദണ്ഡം കാത്തു സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് പ്രണയവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ച് ആ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്തുകൊണ്ടോ ശ്രമിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കടൽ പോലെ അലയടിക്കുമ്പോഴും തിരമാലകൾ പോലെ അലയടിക്കുമ്പോഴും അത് തുറന്നു പറഞ്ഞ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീയില്ലാതെ എനിക്ക് കഴിയില്ല, ഞാൻ നിൻ്റെ പ്രണയത്തിന് മുൻപിൽ തോറ്റുപോവുകയാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ജീവിതം അങ്ങനെ കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ പരസ്പരം എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലെങ്കിൽ അതീവ ദുഃഖത്തിന് നിങ്ങൾ ഇരയാകും. പക്ഷെ അതൊന്നും നിങ്ങൾ പറയുന്നില്ല, അതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. കേവലം വാശിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ വാശിയെടുക്കാൻ കാരണം ആ വ്യക്തി നിങ്ങളോട് വാശി കാണിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അകലുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തതിൽ ഉണ്ടാക്കുകയും ചെയ്യും പരസ്പരം അകലാൻ വേണ്ടി.
മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, മറ്റുള്ളവരെ കൂടുതൽ ഇടപെടുത്തിയത് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമല്ല. എന്നാൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷെ സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പ്രണയിക്കാൻ നിങ്ങൾ മറന്നു പോവുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ പരസ്പരം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് കൃത്യമായ രൂപരേഖയില്ല. പക്ഷേ രണ്ടുപേർക്കും രണ്ടുപേരില്ലാതെ കഴിയുകയുമില്ല. അകലുമ്പോഴാണ് നിങ്ങളുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത്. അത്രയേറെ നിങ്ങൾ സ്നേഹിച്ചിരുന്നോ എന്ന് അത്ഭുതത്തോടെ നിങ്ങൾ അറിയുന്നതാണ്. ജീവിതത്തിൽ എത്ര എത്ര ദുർഘടമായ പാതകൾ നിങ്ങൾ താണ്ടി ഒരുമിച്ച്. ഇനിയും ഒരുമിച്ചുണ്ടാകാനാണ് നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങളും ഒക്കെ നിങ്ങളെ അത് അംഗീകരിപ്പിക്കാൻ മടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പരസ്പരം ഒരുമിച്ച് തന്നെ പോകും. മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.